മോളെ, എന്താ അമ്മ? അതെ അപ്പുറത്തെ വീട്ടുകാരെ പൂരത്തിലോട്ട് വന്നപ്പോ അലുവ കൊണ്ടുവന്നു. ഇപ്പൊ ഒരു കഷ്ണം തന്നു. കൊതി മാറിയില്ല തിന്നിട്ട്. അമ്മ എന്തിനാ അവരെന്നൊക്കെ മേടിച്ച് തിന്നാൻ പോണത്? അത് അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരില്ലേ? അവര് തന്നപ്പോ തിന്നു. പിന്നെ ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണ്ടേ? അലുവ ഉണ്ടാക്കി തരുമോ? അലുവ തന്നെ വേണ്ടു. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള അലുവ ഞാൻ ഉണ്ടാക്കി തരാം എന്റെ അമ്മയ്ക്ക്. ഇവിടെ ഇരിക്കും, ഞാൻ ഉണ്ടാക്കിട്ട് വരാം കേട്ടാ. ഉം. നമ്മൾക്ക് ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് അമ്മയ്ക്ക് അലുവ ഉണ്ടാക്കി കൊടുത്താലോ? അതിനു വേണ്ടി ദേ നമ്മൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി എടുത്തിട്ട് നമുക്കതൊന്ന് ചിരണ്ടി എടുക്കണം. നന്നായിട്ട് ഇത് ഇതുപോലെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റും ചിരണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു ബൗള് നിറച്ച് കോൺഫ്ലവറിന്റെ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കണത്. അത് നമ്മൾ ആ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയില്ലാണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആ കപ്പ് നിറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുത്ത് ക്യാരറ്റ് ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സും ഒരു നുള്ളു ഉപ്പുപൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിന്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ കൈവിടാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ അടിയെ പിടിക്കും, കട്ട പിടിക്കും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിലത്തെ വെള്ളമൊക്കെ വറ്റി ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്ന പാകത്തിന് നമുക്കത് റെഡിയാക്കി എടുക്കണം. ഇത്തിരി നെയ്യൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് റെഡി ആയിട്ട് വരുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ തടവി നമ്മുടെ ക്യാരറ്റിന്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പരത്തി എടുത്തതിന് ശേഷം കുറച്ച് നട്ട്സ് ഒക്കെ വേണമെങ്കിൽ മുകളിൽ ഇട്ട് കൊടുക്കാം. നല്ല വെളുത്ത എള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അപ്പൊ അതേ നമ്മളതൊരു പാത്രമൊക്കെ വെച്ച് പരത്തി ചൂടാറി കഴിഞ്ഞപ്പോൾ അതേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് മധുരം വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പൊ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അലുവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അലുവ കഴിക്കാൻ കൊതിയായിട്ടിരിക്കുന്ന ആൾക്ക് നമുക്കിത് കൊടുത്തു നോക്കാം അല്ലെ? അമ്മേ, അലുവ ഉണ്ടാക്കിയത് കഴിച്ചു നോക്കിയേ. ഇത്ര പെട്ടെന്ന് അലുവ ഉണ്ടാക്കിയാ? പിന്നല്ല. അവിടെ നിന്ന് തന്നെ നല്ല അലുവയാ. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. ഉണ്ടാ ആണ് സ്മൂത്തായ അലുവയാ. സൂപ്പറായിട്ട് കഴിച്ചോട്ടാ. നന്നായിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചോ കഴിച്ചോ. ഇഷ്ടപ്പെട്ടില്ലേ? ഓ. ഇഷ്ടപ്പെട്ടു കേട്ടാ. സൂപ്പറായിട്ട്. അമ്മ കഴിച്ചോ.